ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻ്റ് ആകാൻ വേണ്ടിയിട്ട് ഏതെല്ലാം ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ വേണമെന്ന് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പോൾ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാകും. പ്രോട്ടീൻ നമുക്ക് വേണം, സിങ്ക് വേണം, ഫോളിക് ആസിഡ് വേണം, മാഗ്നീഷ്യം വേണം, വിറ്റമിൻ ഇ വേണം, ഫൈബർ വേണം, അയേൺ വേണം. ഇങ്ങനെ ഒരുപാട് വിറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ നമുക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് വേണം. ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഒരുപാട് പേര് നമ്മുടെ കമൻസിൽ ചോദിക്കാറുണ്ട്, ചേച്ചി ഈ ഭക്ഷണം എന്താണ് ഞാൻ കഴിക്കേണ്ടത്, ഏത് കഴിച്ചാലാണ് എനിക്ക് ചാൻസ് കൂടുതലെന്ന് ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുപോലെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലുള്ള ഹോം റെമഡീസിനെ പറ്റിയിട്ടും ഫുഡ് ഐറ്റംസിനെ പറ്റിയിട്ടും വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യാതെ തന്നെ നാച്ചുറലായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്ത് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത്. ഇതിനോടകം ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് കാണണമെങ്കിലും അവർ ഏതൊക്കെ ടിപ്സാണ് ഫോളോ ചെയ്തത് എന്നറിയണമെങ്കിലും യൂട്യൂബിൻ്റെ സെർച്ച് ബാറിൽ ദിജോസ് വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു ടാബുണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ ടാബാണെന്ന് തോന്നുന്നു. അത് നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കുക. അതിൽ കീഴ്പോട്ടേക്ക് ഒരുപാട് പേര് സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്തത് ഞാൻ സ്ക്രീൻഷോട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് കണ്ടീഷൻസ് ഉള്ളവർ, PCOD, ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ, ലോ AMH, ഹസ്ബൻഡിൻ്റെ കൗണ്ട് കുറവ്, എൻഡോമെട്രിയം തിക്നെസ് കുറവ്, അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉള്ളവരും പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്കൊരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതുപോലുള്ള കണ്ടീഷൻസ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി അവർ ഫോളോ ചെയ്ത ടിപ്സൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൽ വീഡിയോസ് ചെയ്യുന്നതെല്ലാം ഹോം റെമഡീസ് ആയതുകൊണ്ടും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പൈസസും ഒക്കെ വെച്ചിട്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതും അതുപോലെ ഫെർട്ടിലിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതും ആയതുകൊണ്ട് യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റോ മറ്റുള്ള സിംറ്റംസോ അന്ന് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ണു പൂട്ടിയതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വീഡിയോ നമുക്ക് എന്താണെന്ന് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ സംസാരിക്കുന്നത് ഓൾ ഗ്രെയിൻസിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന കിൻവയെ പറ്റിയിട്ടാണ്. ഒരുപാട് പേര് കിൻവയെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാകും. ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ഇതിൻ്റെ ഫുഡ് റെസിപ്പീസ് ഫോളോ ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം ഒരുപാട് നമുക്ക് ബെനിഫിറ്റ് തരുന്ന തരത്തിലുള്ളവയാണ്. മുഴുധാന്യങ്ങളുടെ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണിത്. ഇതിൽ പ്രോട്ടീൻ ഉണ്ട്, സിങ്ക് ഉണ്ട്, ഫോളിക് ആസിഡ് എന്നിവയുണ്ട്. പിന്നെ ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൺസെപ്ഷൻ്റെ ചാൻസ് ഒരുപാട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന നമ്മുടെ വൈറ്റ് റൈസ് ഇല്ലേ, നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ കേരളീയൻസ് ഫോളോ ചെയ്യുന്ന നമ്മുടെ വൈറ്റ് റൈസ്, ഈ വൈറ്റ് റൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും പ്രോട്ടീൻ്റെയും ഫൈബറും ഇതിൽ വൈറ്റ് റൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡബിൾ ആയിട്ടുണ്ടെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതിലെ പ്രോട്ടീൻസും അതുപോലെ അമിനോ ആസിഡും ഒക്കെ തരുന്നുണ്ട്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കും മസിൽ ഡെവലപ്മെൻറ്റിനും ഒക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. അതുപോലെ PCOD ഉള്ള ആളുകളുണ്ട്. PCOD ഉള്ള ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് അവരുടെ ഇൻസുലിൻ്റെ ലെവലിൽ വരുന്ന വ്യത്യാസം. നമുക്ക് ഷുഗർ ലെവൽ PCOD ഉണ്ടാകുമ്പോൾ ഇൻക്രീസ് ആവാനായിട്ട് ചാൻസ് ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് PCOD നിങ്ങൾക്കുണ്ട്, ഷുഗർ ലെവൽ നിങ്ങൾക്ക് കുറവാണെങ്കിലും ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല കേട്ടോ. ഷുഗർ ലെവൽ നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനും കിൻവ ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അടുത്ത് നമ്മുടെ ഫെർട്ടിലിറ്റിയിൽ കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. കാരണം മെൻസ്ട്രേഷനും അത് റെഗുലേറ്റ് ചെയ്യുന്നതിനുമൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ വിറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു പവർ പാക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഇതെടുക്കാവുന്നതാണ്. മെൻസ്ട്രേഷൻ ഇറഗുലർ ആയിട്ട് പോകുന്നവർക്ക്, അതായത് കൃത്യമായിട്ടൊരു ഡേറ്റ് ഇതാണ് എൻ്റെ പീരീഡ്സിൻ്റെ എന്ന് പറയാൻ പറ്റാത്തവർക്ക്, ചില ആളുകൾ പറയാറുണ്ട്, ചേച്ചി ചില മാസങ്ങളിൽ ഒരു 5 ദിവസമൊക്കെ ഡിഫറൻസ് ഉണ്ടാകും, ചില മാസങ്ങളിൽ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, 10 ദിവസം 15 ദിവസമൊക്കെ വ്യത്യാസം വരുന്നു എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇത് മസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം നമുക്ക് ഈ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ബ്ലീഡിങ് വന്നാൽ പോരാ, അത് കൃത്യമായിട്ട് തന്നെ വരണം. 21 to 35 ഇടയ്ക്കല്ല നിങ്ങളുടെ മെൻസ്ട്രേഷൻ പോകുന്നതെങ്കിൽ അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു മെൻസ്ട്രേഷൻ ആയിരിക്കണമെന്നില്ല. 21 ദിവസത്തിനേക്കാളും കുറവും 35 ദിവസത്തിനേക്കാളും കൂടുതലും മെൻസ്ട്രേഷൻ പോകുന്നവർക്ക് അത് ഇറഗുലർ മെൻസ്ട്രേഷൻ ആകാനായിട്ടും അതുപോലെ ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാതിരിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇതിൽ ഫൈബറിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുണ്ട്. ഫൈബർ നമ്മളിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു. കോൺസ്റ്റിപ്പേഷനും അതുപോലെ ഹൈ കൊളസ്ട്രോൾ ലെവലും കൃത്യമായിട്ട് നമുക്ക് റിഡ്യൂസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. അതുപോലെ BP കൺട്രോൾ ചെയ്യാനായിട്ടും സഹായിക്കുന്നു. കോൺസ്റ്റിപ്പേഷൻ നമുക്കുണ്ടാകുമ്പോഴേക്കും അത് ചിലപ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ്, നമ്മുടെ കുടലിലെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് പലർക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത്. ഗട്ട് ഹെൽത്ത് പ്രോപ്പറായിട്ടല്ല പോകുന്നതെങ്കിൽ നമുക്ക് അവിടെ ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ ഒന്നും, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ബെനിഫിറ്റുകളൊന്നും ശരീരത്തിലോട്ട് ആഗിരണം ചെയ്തെടുക്കാനായിട്ട് പറ്റാതെ വരുന്നു.
അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കിൻവ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ വിറ്റമിൻ ഇയുടെ കണ്ടൻറ്റും അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ ഇ ആണ് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു വിറ്റമിൻ. അതുപോലെ തന്നെ എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണാക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. വിറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫോളിക്കുലർ സ്റ്റഡി നടത്തി കഴിയുമ്പോഴേക്കും ഏകദേശം എൻഡോമെട്രിയൽ ലൈനിങ് പ്രോപ്പറായിട്ട് വളരുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് വളരെയധികം കുറവാണെങ്കിലും നിങ്ങൾക്ക് കിൻവ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും നിങ്ങൾ യൂസ് ചെയ്യുക. ഏകദേശം ആ ഒരു പീരീഡ്സ് തുടങ്ങുന്ന സമയം മുതൽ തന്നെ വിറ്റമിൻ ഇയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പ്രോപ്പറായിട്ട് എൻഡോമെട്രിയൽ ലൈനിങ് വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. എൻഡോമെട്രിയൽ ലൈനിങ് പ്രോപ്പർ അല്ല എങ്കിൽ അണ്ടത്തിനോ ബീജത്തിനോ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് പ്രഗ്നൻസി കിട്ടില്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മാംഗനീസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അയേണും അടങ്ങിയിട്ടുണ്ട്. അയേണാണ് നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് സെൽസിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ നമുക്ക് ശരീരത്തിൽ വേണ്ടുന്ന ബ്ലഡ് ഫ്ലോ കൃത്യമായിട്ട് ഉണ്ടാകുന്നതിനുമൊക്കെ സഹായിക്കുന്ന ഒന്ന്. അയണിൻ്റെ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അനീമിക് ആവാനായിട്ടുള്ള ചാൻസ്, വിളർച്ച നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇന്നത്തെ ഒരു മോഡേൺ കാലഘട്ടത്തിൽ ഒരു 10 സ്ത്രീകളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ 7 സ്ത്രീകൾക്കും അനീമിയ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാറില്ല, അതുപോലെ നമുക്ക് വേണ്ടുന്ന വിറ്റമിൻസ് ഒന്നും ശരീരത്തിലോട്ട് എത്താറില്ല. അതുകൊണ്ടാണ് നമ്മൾ അനീമിക് ആവുന്നത് കേട്ടോ. അനീമിക് ആവുന്നതിനനുസരിച്ച് നമ്മളുടെ ഓവുലേഷൻ ഒന്ന് ഡ്രോപ്പ് ആകും, പീരീഡ്സ് ഒന്ന് ഡ്രോപ്പ് ആവാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ ക്വാളിറ്റി ഉള്ള അണ്ടം ഒന്നും നമുക്ക് പ്രൊഡ്യൂസ് ആവാനായിട്ട് സാധ്യതയില്ല കേട്ടോ. അതും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നത് വഴി ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതാണ് ഇതിൽ മാംഗനീസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ സെക്ഷൽ ഡിസയർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. പല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കല്യാണത്തിൻ്റെ ആദ്യത്തെ നാളുകളിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇഷ്ടവും താല്പര്യവും ചിലപ്പോൾ മുൻപോട്ടേക്ക് അങ്ങോട്ട് പോകുമ്പോഴേക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവരുടെ ബിസി ആയിട്ടുള്ള ലൈഫ് ഷെഡ്യൂളും അതുപോലെ അവർക്കുണ്ടാകുന്ന സ്ട്രെസ്സും ഒക്കെയാണ് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം റെഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ പ്രഗ്നൻ്റ് ആവണമെങ്കിൽ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാതെ നമുക്ക് അവിടെ നിവർത്തിയില്ല. അത് പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ആ ക്വാളിറ്റി ടൈം അത്രത്തോളം നിങ്ങൾക്ക് പ്ലഷർ തരുന്നതായിരിക്കണം. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് ആ ഒരു ഇജാക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുമ്പോഴേക്കും സ്ത്രീകളുടെ ആ ഒരു വജൈനൽ ഓപ്പണിങ്ങും സെർവിക്സും ഒക്കെ ഒരുപാട് ഡൈല്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ, സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് ആ സമയത്ത് ഉണ്ടായി പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, അതോടൊപ്പം നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സെമന് കൂടുതൽ ലൈഫ് സ്പാൻ ശരീരത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ സെർവിക്കൽ മ്യൂക്കസ് സഹായിക്കും. ഇതെല്ലാം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്കറിയാം, കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെക്ഷൽ ഡിസയർ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ചാർജും കൂടുതലായിട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നിങ്ങൾ ആ ഒരു ടൈം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് കുറയുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് കിൻവ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഭാര്യയ്ക്കും ഭർത്താവിനും ഏത് സമയത്ത് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ഏത് സമയമെന്ന് പറഞ്ഞത് ചില ആളുകൾക്ക് സംശയം ഉണ്ടാകും, പീരീഡ്സ് ആകുമ്പോൾ യൂസ് ചെയ്യാമോ, ഓവുലേഷൻ നടക്കുമ്പോൾ യൂസ് ചെയ്യാമോ, ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ യൂസ് ചെയ്യാമോ എന്നൊക്കെ പല സംശയം പലർക്കും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് നിങ്ങളിത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ഇങ്ങനെ ഉപ്പുമാവ് നമ്മൾ ഉണ്ടാക്കില്ല, ഉപ്പുമാവിടെ രൂപത്തിൽ നമ്മൾ കിൻവ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങളത് ഒരുപാട് ഹെൽത്തി ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. കിൻവയുടെ ഒപ്പം വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ക്യാരറ്റ് ആണെങ്കിലും ബീൻസ് ആണെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് എന്തെല്ലാം വെജിറ്റബിൾസ് താല്പര്യമുണ്ടോ അതെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫോമിൽ നിങ്ങൾ കിൻവ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് നിങ്ങൾ ലഞ്ചിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ലഞ്ച് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. റൈസിനേക്കാളും ബെനിഫിറ്റ് ഉള്ളത് കൊണ്ടും ഫൈബറിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ടുള്ളത് കൊണ്ടും നമ്മൾ കുറച്ചാണ് കഴിക്കുന്നതെങ്കിൽ കൂടി തന്നെ നമ്മുടെ വയറ് ഹെവി ആയിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ചില ആൾക്ക് ഫുഡ് കഴിച്ച് ഉടനെ തന്നെ വിശപ്പുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിനും നമ്മുടെ വെയിറ്റിൻ്റെ ആ ഒരു ബാലൻസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ നമുക്കത് ഹെവി ആയിട്ട് വയറിൽ കിടക്കുന്നതുകൊണ്ട് പിന്നീട് ഭക്ഷണം വേറെ എന്തെങ്കിലും അൺഹെൽത്തി ആയിട്ട് കഴിക്കാനായിട്ട് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല കേട്ടോ. ഇതൊക്കെയാണ് ഈ കിൻവയിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. ഇത് എവിടെ നിന്നൊക്കെ അവൈലബിൾ ആണെന്ന് നമുക്ക് നോക്കാം. ഓൺലൈൻ സ്റ്റോറുകളിൽ ഇത് കിട്ടും. അതുപോലെ നല്ല സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും നിങ്ങൾക്കിത് അവൈലബിൾ ആണ്. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. കിൻവ പ്രിപ്പറേഷൻ, ഫുഡ് പ്രിപ്പറേഷൻ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അതിലേതെങ്കിലും റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ഫോളോ ചെയ്യുക, ഉപയോഗിക്കുക. ഹസ്ബൻഡിനും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. മോർണിംഗിൽ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്. അത്രത്തോളം ഫാസ്റ്റിങ്ങിൽ നിങ്ങൾ നിന്നിട്ട് എടുക്കുമ്പോഴേക്കും ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ശരീരത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ നിങ്ങൾ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കഴിഞ്ഞ മാസം നിങ്ങൾക്ക് ഏത് ദിവസമാണോ ബ്ലീഡിങ് വന്നത്, അതായത് ഇപ്പോൾ 5-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസം ഒരു 10-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഫെബ്രുവരി 5 മുതൽ മാർച്ച് 10 വരെ എത്ര ദിവസമുണ്ടോ, അതായത് ഫെബ്രുവരി 5 മുതൽ എത്ര ദിവസം എണ്ണിയാലാണോ മാർച്ച് 10 എത്തുന്നത് അത്രയും വരെ എണ്ണി നിങ്ങൾ പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് കേട്ടോ. അപ്പോൾ അങ്ങനെ പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.